ക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞവരെ, പീഡാനുഭവ വാരത്തിലെ ചൊവ്വാഴ്ചയിൽ നാം ആയിരിക്കുമ്പോൾ തിരുസഭാ മാതാവ് ഇത് നമ്മെ ഓർമ്മപ്പെടുത്തുക 3 വ്യക്തികളെയാണ്. ഒന്നാമതായി ക്രിസ്തുവിനെ ഒറ്റിക്കൊടുത്ത യൂദാസ്, രണ്ടാമതായി അവനെ തള്ളിപ്പറഞ്ഞ പത്രോസ്, മൂന്നാമതായി അവന്റെ വക്ഷസിലേക്ക് ചാരിക്കിടന്ന അവന് ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യൻ. ഈ 3 വ്യക്തികളും നമ്മെ ഓർമ്മപ്പെടുത്തുക നമ്മിൽ ഓരോരുത്തരിലുമുള്ള 3 വ്യക്തിത്വങ്ങളെയാണ്. ഒന്നാമതായി ക്രിസ്തുവിനെ ഒറ്റിക്കൊടുത്ത യൂദാസ്. യൂദാസിന്റെ ഈ ഒരു പ്രവൃത്തി, ക്രിസ്തുവിനെ ഒറ്റിക്കൊടുത്ത ഈ പ്രവൃത്തി ഒരു സുപ്രഭാതത്തിൽ അവൻ ചെയ്ത കാര്യമായിരുന്നില്ല. കൃത്യമായ പ്ലാനിങ്ങിലൂടെയും പദ്ധതിയിലൂടെയും ഒക്കെ അവസാനമായി അവൻ എത്തിച്ചേർന്ന ഒരു പ്രവൃത്തിയാണ് ക്രിസ്തുവിനെ ഒറ്റിക്കൊടുക്കുക എന്നുള്ളത്. അതുകൊണ്ടാണ് യോഹന്നാൻ സുവിശേഷകൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്, പണസഞ്ചി അവന്റെ കയ്യിലായിരുന്നത് കൊണ്ട് പലപ്പോഴും അവൻ അതിൽ നിന്നെടുത്ത് ഉപയോഗിച്ചിരുന്നു എന്നുള്ളത്. എല്ലാവരേക്കാളും സമ്പന്നനാകാനുള്ള ഒരാഗ്രഹം, സമൂഹത്തിൽ നല്ല നിലയിൽ എത്തിച്ചേരാനുള്ള ഒരാഗ്രഹം, അങ്ങനെ ഓരോ ചെറിയ ചെറിയ തെറ്റുകളും അവൻ ചെയ്യുകയും ഈ ചെറിയ ചെറിയ തെറ്റുകൾ, ചെറിയ ചെറിയ തിന്മയുടെ പ്രവർത്തികൾ അവനെ കൊണ്ട് എത്തിച്ചത് ക്രിസ്തുവിനെ ഒറ്റിക്കൊടുക്കുക എന്നുള്ള ആ വലിയ പ്രവൃത്തിയിലേക്കാണ്. പലപ്പോഴും നമ്മുടെയൊക്കെ അനുദിന ജീവിതത്തിൽ യൂദാസിനെ പോലെ നാമും പെരുമാറാനുള്ളൂ. ചിലപ്പോൾ നമ്മളെ ചെറിയ ചെറിയ തിന്മ പ്രവർത്തികളൊക്കെ അത് ചെറുതല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അതിന് വലിയ മൂല്യമൊന്നും കൽപ്പിക്കാതെ വീണ്ടും വീണ്ടും അത് ചെയ്യുകയും അതിനെ ന്യായീകരിക്കുകയും ചെയ്യുന്നവരാണ് നമ്മിൽ പലരും. യൂദാസിന് നമ്മെ ഓർമ്മപ്പെടുത്തുക നമ്മുടെ ഈ ചെറിയ ചെറിയ തെറ്റുകളും പോരായ്മകളും കുറ്റങ്ങളും ഒക്കെ നമ്മെ വലിയ വലിയ തിന്മകളിലേക്ക് നയിക്കും എന്നുള്ളതാണ്. രണ്ടാമതായി നാം സുവിശേഷത്തിൽ കാണുന്ന വ്യക്തി ഈശോയെ തള്ളിപ്പറഞ്ഞ പത്രോസാണ്. ഉറപ്പായും പത്രോസ് ക്രിസ്തുവിനെ സ്നേഹിച്ചിരുന്നു. അതുകൊണ്ടാണ് അവൻ ദൈവപുത്രനാണെന്ന് പ്രഖ്യാപിക്കുവാനായിട്ട് പത്രോസിന് സാധിച്ചത്. എന്നാൽ പത്രോസിന്റെ ഏറ്റവും വലിയ പോരായ്മ എന്ന് പറയുക തന്റെ ബലഹീനതയെ മനസ്സിലാക്കുവാനായിട്ട് പത്രോസിന് സാധിച്ചില്ല. അധികമായ ആത്മവിശ്വാസം പത്രോസിനെ ക്രിസ്തുവിനെ തള്ളിപ്പറയുന്ന സ്ഥിതിയിലേക്ക് എത്തിക്കുകയാണ് ചെയ്തത്. പലപ്പോഴും നമ്മുടെയൊക്കെ അനുദിന ജീവിതത്തിൽ അധികമായ ആത്മവിശ്വാസത്തിൽ ജീവിക്കുന്നവരാണ് നാം ഓരോരുത്തരും. എല്ലാം എൻ്റെ കഴിവാണ്, അല്ലെങ്കിൽ എൻ്റെ നേട്ടമാണ്, ഞാൻ നേടിയെടുത്തതാണ് എന്നുള്ള വലിയ ബോധ്യത്തോടും മനോഭാവത്തോടും കൂടി നാം മുമ്പോട്ട് പോകുമ്പോൾ പത്രോസിനെ പോലെ ഈശോയെ തള്ളിപ്പറയേണ്ട അവസ്ഥകളിലേക്ക് നാമും വീണുപോകാറുണ്ട്. എന്നാൽ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുക അമിതമായ ആത്മവിശ്വാസം മാത്രമല്ല നമുക്ക് ആവശ്യമാകേണ്ടത്, പിന്നെയോ കർത്താവിൻ്റെ കൃപ കൂടി ആവശ്യമാണ്. എൻ്റെ ജീവിതത്തിൽ എനിക്ക് ലഭിച്ചതെല്ലാം എൻ്റെ കഴിവുകൊണ്ട് മാത്രമല്ല, പിന്നെയോ കർത്താവിൻ്റെ കൃപ കൊണ്ടും അനുഗ്രഹങ്ങളും കൊണ്ടുമാണ് എന്നുള്ളൊരു ബോധ്യം എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ആ ഒരു ബോധ്യം പത്രോസിന് കടന്നു വരിക കർത്താവിൻ്റെ ആ ഒരു നോട്ടത്തിലാണ്. ദൈവിക കൃപ പത്രോസിലേക്ക് കടന്നു വരികയും അവൻ പുറത്തുപോയി കരയുന്നതായും നാം കാണുന്നുണ്ട്. ഒരു പശ്ചാത്താപത്തിന്റെ മനോഭാവം പത്രോസിലേക്ക് കടന്നു വരുന്നു. ഈ ഒരു ബോധ്യം നമ്മുടെ അനുദിന ജീവിതത്തിൽ എപ്പോഴും കാത്തു സൂക്ഷിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. കർത്താവിൻ്റെ കൃപ ഉണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് നീങ്ങുവാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ എന്നുള്ള ബോധ്യം. മൂന്നാമതായി നാം കാണുന്ന വ്യക്തി കർത്താവിൻ്റെ വക്ഷസിലേക്ക് ചാരിക്കിടക്കുന്ന അവന് ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യനാണ്. ബൈബിൾ പണ്ഡിതന്മാർ പറഞ്ഞു വെക്കുക ആ ശിഷ്യൻ വിശുദ്ധ യോഹന്നാൻ ആണ് എന്നാണ്. ഇന്നത്തെ സുവിശേഷത്തിൽ കർത്താവിൻ്റെ വക്ഷസിലേക്ക് ചാരിക്കിടന്ന ആ ശിഷ്യന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുക അവനൊന്നും സംസാരിച്ചില്ല എന്നുള്ളതാണ്. എല്ലാവരും തങ്ങളെ തന്നെ ന്യായീകരിക്കാനും അത് ഞാനല്ലല്ലോ എന്ന് ചോദിക്കുവാനും ഞാൻ നിന്നെ ഒരിക്കലും തള്ളിപ്പറയുകയില്ല എന്നൊക്കെ പറഞ്ഞപ്പോഴും എല്ലാം കേട്ടുകൊണ്ട് കർത്താവിൻ്റെ വക്ഷസിലേക്ക്, ഹൃദയത്തിലേക്ക് ചാരിക്കിടക്കുന്ന ശിഷ്യനെ നാം കാണുന്നുണ്ട്. ഈ ഒരു മനോഭാവമാണ് നമ്മുടെ അനുദിന ജീവിതത്തിൽ നമുക്കും ആവശ്യം. പലപ്പോഴും നമ്മുടെ വിശ്വാസത്തെ പ്രഖ്യാപിക്കുവാനായിട്ട് നമ്മളില്ലാത്ത മേന്മ പോലും എടുത്തു കാട്ടിക്കൊണ്ട് മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മുടെ വിശ്വാസത്തെ ഒരു പ്രഹസനമായൊക്കെ കാണിക്കുമ്പോഴും യോഹന്നാന്റെ ഈ ഒരു മനോഭാവം നമുക്കുണ്ടാകണം. ക്രിസ്തുവിൻ്റെ ഹൃദയത്തോട് ചേർന്നിരിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. യോഹന്നാൻ ക്രിസ്തുവിൻ്റെ ഹൃദയത്തോട് ചേർന്ന് നിന്നപ്പോൾ ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ അവൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതായിട്ട് നാം കാണുന്നുണ്ട്. കർത്താവിൻ്റെ കുരിശിന് താഴെ നിൽക്കുവാനായിട്ട് അവന് സാധിച്ചു. കർത്താവിൻ്റെ അമ്മയെ സ്വന്തം അമ്മയായി ഭവനത്തിൽ സ്വീകരിക്കുവാനായിട്ട് സാധിച്ചു. കർത്താവിൻ്റെ ഉദ്ധാനത്തിൻ്റെ ആദ്യ സാക്ഷികളിൽ ഒരുവനായിട്ട് തീരുവാനായിട്ട് യോഹന്നാന് സാധിച്ചു. കർത്താവിൻ്റെ ഹൃദയത്തോട് നാം ചേർന്നിരിക്കുമ്പോൾ
ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ നമ്മിലേക്ക് കടന്നു വരും എന്ന് യോഹന്നാൻ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയമുള്ളവരെ, കൃഷ്ണമായ പ്രാർത്ഥനയുടെയും ഉപവാസത്തിൻ്റെയും ഈ ദിനങ്ങളിലൂടെ നാം കടന്നു പോകുമ്പോൾ നാം ചിന്തിക്കേണ്ടത്, കർത്താവിൻ്റെ അത്താഴമേശയിൽ എൻ്റെ സ്ഥാനം എവിടെയാണ്? സ്വന്തം സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ക്രിസ്തുവിനെ ഒറ്റിക്കൊടുത്ത യൂദാസിന്റെ സ്ഥാനത്താണോ ഞാൻ? അതോ സ്വന്തമായ അമിതമായ ആത്മവിശ്വാസത്തിൽ ദൈവത്തിന്റെ കൃപകളെയും അനുഗ്രഹങ്ങളെയും സ്വീകരിക്കാതെ മുന്നോട്ടു പോയ പത്രോസിന്റെ സ്ഥാനത്താണോ ഞാൻ? അതോ എല്ലാം ദൈവത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് അവന്റെ ഹൃദയത്തോട് ചേർന്നിരുന്ന യോഹന്നാന്റെ സ്ഥാനത്താണോ ഞാൻ എന്ന് നമുക്ക് ചിന്തിക്കാം. കൂടുതൽ പ്രാർത്ഥിക്കുവാനും ഉപവസിക്കുവാനും ക്രിസ്തുവിനോട് ചേർന്ന് അവന്റെ ഹൃദയത്തിന്റെ സ്പന്ദനം തിരിച്ചറിഞ്ഞുകൊണ്ട് ജീവിക്കുവാനുള്ള വലിയ കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ.